ഇതാണ് ആ സംഭവം കേട്ടോ. നമ്മുടെ ചൈനീസ് ചെറി, മഞ്ചാടിക്കുരു നല്ല കോമ്പിനേഷനല്ലേ, രണ്ടും ഒരേ കളർ ഏകദേശം. രണ്ടിലും ഉണ്ട്, രണ്ട് കളറും ഉണ്ട് സെയിം. അടിപൊളിയാണ്. മഞ്ചാടിക്കുരു നമുക്കോരോ ഫാബ്രിക് ഡിസൈനുകളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ചാടിക്കുരു. ആദ്യമൊക്കെ ഇത് വെച്ച് കടിക്കുമായിരുന്നു, ഇപ്പം എന്താ ഒറ്റയ്ക്ക് എന്ത് കളി. അപ്പോൾ ഇത് ഒരു എത്രയോ വർഷമായി ഞങ്ങൾ കണ്ണൂരാകുമ്പോൾ ഉള്ളൊരു കവറിൽ കെട്ടിയിട്ട് അത് കളയാതെ അങ്ങോട്ട് കൊണ്ടുവന്നതായിരുന്നു. ഇതിന് നല്ലൊരു അടിപൊളി കഥയുണ്ട് പറയാൻ. എൻ്റെ ഇക്ക മഞ്ചാടിക്കുരു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വീണെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പെറുക്കാൻ നിന്ന് പോക്കറ്റിൽ നിന്ന് വണ്ടി നിർത്തി ഇത് പെറുക്കി കൊണ്ടുവന്നു. പിന്നെ വീട്ടിലെത്തുമ്പോഴാണ് ഒരു സാധനം മിസ്സായത് അറിയുന്നത്, മൊബൈൽ ഫോൺ പോയി. എന്നിട്ട് വീട്ടിലെത്തിയപ്പോൾ വേഗം സിമ്മൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ഫോണ് പിന്നെ എന്തായാലും കിട്ടിയില്ല. നല്ല അടിപൊളി ഫോണായിരുന്നു അത്. ചെറിയ ഫോണാണ്, പക്ഷേ നല്ല സൗണ്ടും ഇതൊക്കെ ഉള്ള നല്ലൊരു ഫോണായിരുന്നു. അപ്പോൾ ഈ മഞ്ചാടിക്ക് അങ്ങനെ ഒരു കഥയുണ്ട് പറയാൻ. പിന്നെ ഇത് ഇന്നലെ ഞാൻ മാമാൻ്റെ അവിടെ പോയപ്പോൾ അടിപൊളിയാണ്. ഇത് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾക്കൊരു അമ്മാനുണ്ട്, ഉമ്മാൻ്റെ അമ്മാൻ, ചെറിയാക്കാന്ന് ഞങ്ങൾ വിളിക്കുക. അവിടെ ഇഷ്ടം പോലെ ആയിരുന്നു ഇത്. ഇതിൻ്റെ താഴെ ഇതിങ്ങനെ മുറ്റത്തൊക്കെ നിറച്ചത് വിരിച്ച് കിടക്കുന്ന പോലെ ഉണ്ടാവും. ഭയങ്കരമായിട്ട് ചെറിയ കുട്ടികളാകുമ്പോൾ അത് നന്നായിട്ട് പറിച്ച് കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണത് കണ്ടത്, താഴേക്ക് വീണ് കിടക്കുന്ന ഇഷ്ടം പോലെ. അപ്പോൾ ഞാനൊരു കവർ വാങ്ങിച്ചതിൽ അതിലേക്ക് പറിച്ചെടുത്തതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. പുളിയും മധുരമൊക്കെ കൂടെ കൂടിയിട്ടാണ്. ഒരു കമ്മൽ പോലെ ഉണ്ടല്ലേ. ഈ സംഭവം എടുത്ത് കളഞ്ഞാൽ മതി. പിന്നെ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഇടയിൽ ഇതിലൊരു സംഭവമുണ്ട്, ഒരു കുരു ഉണ്ട്, അത് കളയരുത് കേട്ടോ. അത് കടിച്ചിട്ട് ഇതാവരുത്, എല്ലാ ടേസ്റ്റും പോവും. അത് കളയാതെ അത് കടിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് കളയണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളൊരു കുരുവാണിത്. ഇന്നലെ ഞാൻ കുഞ്ഞിക്ക് കൊടുത്തപ്പോൾ അവൾ ഒന്നും ഇതാക്കാതെ വായിൽ വെച്ചിട്ട് ഒറ്റക്കടി. അപ്പോൾ പറയാം എല്ലാ ടേസ്റ്റും പോയി. അപ്പോൾ അത് ശ്രദ്ധിക്കുക, കഴിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഇതിന് ഞങ്ങളിവിടെ ചൈനീസ് ചെറി എന്നാണ് പറയുക. നിങ്ങൾക്കറിയെങ്കിൽ എന്താണ് പേര് വിളിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ഫ്രൂട്ട്സുകളും നമ്മൾ വീട്ടിലുണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. നമ്മൾ കഴിക്കോ ഇല്ലേന്നൊന്നല്ല, എല്ലാം നമ്മൾ വീട്ടിലുണ്ടായാൽ ഒരു ബർക്കത്തുള്ള പോലെയല്ലേ. എനിക്ക് അങ്ങനെ തോന്നില്ല, സന്തോഷം തോന്നും, ചെടികളും ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നല്ലൊരു അടിപൊളി ഇതുപോലെ വീഡിയോ ആയിട്ട് വരാം. ബൈ.